നിങ്ങളുടെ ഒരു ചോദ്യം, നിങ്ങളെ പഴയ ആൾക്കാർ, പഴയ കൂട്ടുകാർ, അല്ലെങ്കിൽ പഴയ കൊളീഗ്സ്, ഇല്ലെങ്കിൽ പഴയ ബോസുമാർ, ഇല്ലെങ്കിൽ പഴയ നിങ്ങളെ റിപ്പോർട്ടേഴ്സ്, ഇവരൊക്കെ നിങ്ങളോട് ഇപ്പോഴും ആ കാലത്തെ ബന്ധം സൂക്ഷിക്കാറുണ്ടോ? അന്നൊക്കെ വിളിക്കുന്ന പോലെ നിങ്ങളെ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കാറുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ഇല്ലെങ്കിൽ പോലും യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഇല്ല നിങ്ങൾ തോന്നുന്നെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഭൂരിഭാഗം പേരും, ഒരു 90% ആൾക്കാരും ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കും. പണ്ട് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുള്ള കൂട്ടുകാരൊന്നും ഇപ്പൊ ചിലപ്പോൾ നമ്മളോട് വർഷത്തിൽ 1-2 പ്രാവശ്യം സംസാരിച്ചതിന് വലിയ കാര്യമായിരിക്കും. അതിൽ ആരും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ പ്രയോറിറ്റീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നിങ്ങളെ പ്രയോറിറ്റീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇതിനു മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിൽ നിങ്ങൾക്ക് ബോസുമാരുണ്ടാവാം, നിങ്ങളെ കൊളീഗ്സ് ഉണ്ടാവാം, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ടാവാം. ഇവരോടൊക്കെ നിങ്ങളുടെ ഇന്ററാക്ഷൻസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ? പക്ഷെ നിങ്ങളൊരു കമ്പനി മാറി, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ബിസിനസ്സിലോട്ട് മാറി, അല്ലെങ്കിൽ നിങ്ങൾ അതെല്ലാം വിട്ടുവരികയാണ്. അതിനുശേഷം എത്ര ആൾക്കാർ നിങ്ങളെ ഇതേപോലെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും? വളരെ 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 ദുർലഭമായിരിക്കും അല്ലേ? ആദ്യത്തെ 1-2 മാസങ്ങളൊക്കെ ആ കോണ്ടാക്ട് ഒക്കെ നന്നായിട്ട് നിലനിർത്തിക്കൊണ്ടുവരും. അതിനുശേഷം പിന്നെ ഉണ്ടാവില്ല. കാരണം എന്താ? അവർക്ക് പുതിയ ആൾക്കാരെ കിട്ടി, നിങ്ങൾക്കും പുതിയ ആൾക്കാരെ കിട്ടി. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരിക്കലും ഒരു വിഷമം വേണ്ട. ചില ആൾക്കാരൊക്കെ നമ്മളെ വില മനസ്സിലാക്കിയിട്ട് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കും, അല്ലെങ്കിൽ സംസാരിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്. അല്ലാതെ പഴയ ഒരു സ്നേഹ സന്തോഷത്തിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ വല്ല ഇതുകൊണ്ട് അങ്ങനെ നമുക്ക് മനസ്സിൽ അങ്ങനത്തെ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാലും അത് വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് ലോകത്തിന്റെ കാവ്യനീതിയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും, അവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിലും കൂടുതലായിട്ട് നമ്മൾ അത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാത്തു സൂക്ഷിച്ചു പോരുന്നുണ്ട്. അപ്പോഴും ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്.